ഞാൻ നടന്നു വന്ന പാലമാണ് ആ കാണുന്നത്. ഈ പാലത്തിൽ കൂടെ നടന്ന് നല്ല ഭംഗിയുള്ള സ്ഥലം ആശ്രയിക്കുന്ന ഒരു പാലമായിരുന്നത്. ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നല്ലൊരു പാലമാണ്. മനോഹരമായ ചെറിയൊരു പാലം. അങ്ങനെ നമ്മൾ ആ പാലത്തിൻ്റെ അരികിലോട്ട് പോവുകയാണ്. ദാണ്ട കണ്ടു തുടങ്ങി പാലം. ഇതേത് നോക്കിക്കേ, വലിയ ഇരുമ്പ് റോപ്പ്, അതിൻ്റെ കനവൊക്കെ കണ്ടില്ലേ, വലിയ നട്ട് ബോൾട്ട്, വലിയ റോപ്പാണ്. ഇവിടെ പഴയ പുനലൂരിലെ തൂക്കുപാലമില്ലേ, അതിൻ്റെ ഒരു വേറൊരു പതിപ്പാണിത്. ഇത് ആ പാലത്തിൻ്റെ അടിവശമാണ്. കണ്ട, അത് ഇരുമ്പ് പ്ലേറ്റുകൾ, അതൊക്കെ തുരുമ്പെടുത്ത് തുടങ്ങിയാണ്. ഒരുപാട് പേര് ഇവിടെ നിന്ന് അപ്പുറത്ത് പോകാനെ കൊണ്ട് വരുന്നുണ്ട്. പ്രദേശവാസിയായ ഒരു ചേട്ടൻ വരുന്നുണ്ട്. ആ ചേട്ടനോട് ഈ പാലത്തെക്കുറിച്ച് ചോദിക്കാം. ചേട്ടാ, അപ്പുറത്ത് ഉത്സവം നടക്കുന്നുണ്ടോ? ഏതമ്പലത്തിലെയാ? വാക്കട്ട അമ്പലത്തിലെ. അപ്പോൾ ഇന്ന് പരിപാടികളെ പ്രോഗ്രാമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അപ്പുറത്ത് പോകാൻ ഈ പാലമാണോ എല്ലാവരും ഉപയോഗിക്കുന്നത്? അപ്പോൾ എത്ര നാളായി ഈ പാലം ഇവിടെ വന്നിട്ട്? പുതിയ പാലമൊക്കെ ഉണ്ടാക്കുമെന്നൊക്കെ മന്ത്രിയും ഗണേഷ്കുമാറൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഫണ്ടും കിണ്ടുമൊന്നും കാണത്തില്ലായിരിക്കും, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ മനോഹരമായിട്ടൊരു പാലമായിരുന്നു. പക്ഷേ അത് ആ വെള്ളപ്പൊക്കത്തിൽ തടിയെല്ലാം നമ്മുടെ തൂക്കുപാലത്തിന്റെ കൂട്ടുള്ള, പക്ഷേ എല്ലാം അങ്ങ് തുരുമ്പെടുത്ത ആൾക്കാർക്ക് നടന്നു പോകാൻ പേടിയാ. അതെ, തുരുമ്പെടുത്തിട്ടുണ്ട്. തുരുമ്പെടുത്ത് മൊത്തം നാശമായിരിക്കും. ഇപ്പം ഈ വരുന്ന ആൾക്കാരെ ഒരുപാട് ആശ്രയിക്കുന്ന ഒരു പാലമായിരുന്നത്. അതെ അതെ അതെ. അവർക്കും ബുദ്ധിമുട്ട്. ആണുങ്ങളൊക്കെ വരത്തുള്ളൂ, ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ വരാൻ പേടിയാ. അപ്പോൾ പണ്ട് കടത്തുണ്ടായിരുന്നു ഇവിടെ, പണ്ട് കടത്തുണ്ട്. അതിനുശേഷം വന്നതാണ് ഈ പാലം. അപ്പോൾ വളരെ ഉപകാരം ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിൽ. ഓക്കെ, നമുക്ക് ദൂരെ നിന്ന് പാലം കണ്ടിട്ട് കാര്യമില്ലല്ലോ. ആ പാലത്തെ കൂടെ ഒന്ന് അക്കരെ ഇക്കരെ ഒന്ന് നടക്കണ്ടേ, ഒന്ന് കയറിയാലോ. പാലത്തിലോട്ട് കയറാൻ പോവുകയാണ്. എല്ലാം തുരുമ്പെടുത്തിരിക്കുക കേട്ടോ, ഒരുമാതിരി തുരുമ്പാണ്. സൂക്ഷിച്ച് നടക്കണം, കാലം കാണാൻ ഉള്ളിൽ പോയാൽ പ്രശ്നമാണ്. പക്ഷേ ഈ തകിടുകളൊക്കെ മാറിയാൽ ഓക്കെയാണ്. ഇത് മെയിൻ്റെനൻസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് തുരുമ്പെടുത്തു പോയത്. ഇത് കല്ലടയാറാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ വേനൽക്കാലത്തൊക്കെ ആൾക്കാർ ഈ കിണറ്റുകളിൽ വെള്ളമില്ലാത്തപ്പോൾ ഇങ്ങനെയുള്ള പുഴകളെയും നദികളെയും ആറിനെയൊക്കെയാണ് ആശ്രയിക്കുക. അപ്പോൾ ഇനിയും മുമ്പോട്ട് നടക്കാൻ നമുക്ക്. അങ്ങനെ ഞാൻ പാലത്തിൽ കൂടെ മെല്ലെ മെല്ലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ടൊന്നും വലുതായിട്ട് തുരുമ്പില്ല കേട്ടോ, ഇങ്ങോട്ടുള്ള പ്ലേറ്റൊന്നും വലുതായിട്ട് തുരുമ്പെടുത്തിട്ടില്ല. ആ കയറി വരുന്ന ഭാഗമേ ഉള്ളായിരുന്നു ഇച്ചിരി മോശപ്പെട്ടത്. ആൾക്കാർ അക്കരെ ഇക്കരെ പോകുന്നവരെല്ലാം ഇതുവഴിയാണ് പോകുന്നത്. കാരണം ഈ പാലം മെയിനായിട്ട് പണിതത്, ഇതൊരു ആറല്ലേ, ആറിന് അപ്പുറവും ഇപ്പുറവും പോകാൻ വേണ്ടിയാണ് ഇത് മെയിനായിട്ട് ഈ പാലം പണിതിരിക്കുന്നത്. അക്കരെയുള്ളവർക്ക് ഇപ്പുറത്ത് വരാനും ഇവിടെയുള്ളവർക്ക് അങ്ങേ സൈഡിൽ പോകാനും വേണ്ടിയാണ്. നോക്കിക്കേ, ആ ഒരു പ്രദേശമൊക്കെ എന്താ ഭംഗിയാണെന്ന് നോക്കിക്കേ, അടിപൊളിയല്ലേ കാണാൻ. നിങ്ങളിത് കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്ങനെയുണ്ട് ഈ പാലവും പാലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. തൂക്കിയിട്ടിരിക്കുന്ന ബ്രിഡ്ജിൻ്റെ സെൻറ്ററിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് കണ്ടോ, മനോഹരമായ ഒരു പാലമാണ്, ഒരു ചെറിയ തൂക്കുപാലം. ചെറിയ ഇളം വെയിലും നന്നായിട്ടുണ്ട്. അയ്യോ, ചെറുതായിട്ട് കുലുങ്ങുന്നുണ്ട് കേട്ടോ, കാറ്റൊക്കെ അടിക്കുമ്പോഴേ കുലുങ്ങുന്നു. പക്ഷേ എന്തായാലും കയറിപ്പോയില്ലേ. കാറ്റ് പിടിക്കുന്നുണ്ട് കേട്ടോ, നല്ല സ്ട്രോങ് ആണല്ലേ, കമ്പിയൊക്കെ വെച്ച് ചെയ്തേക്കുന്നതുകൊണ്ട് ഇരുമ്പൊക്കെ ആയതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെയൊക്കെ ഇച്ചിരി ഡാമേജ് വന്നിട്ടുണ്ട് ഈ പാലത്തിന്. അയ്യോ, നന്നായി കുലുങ്ങുന്നു കേട്ടോ. അയ്യോ, എത്ര പ്രശ്നമാണെങ്കിലും അപ്പുറത്ത് പോയിട്ടേ ഉള്ളൂ കാര്യം. വെൽഡിംഗ് എല്ലാം വിട്ടുപോയിട്ടുണ്ട്. അപ്പം വളരെ സൂക്ഷിച്ച് വേണം ഇങ്ങോട്ട് വരാനെ കൊണ്ട് നമുക്ക്. വൈകുന്നേരങ്ങളിൽ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, അവരൊക്കെ ഈസി ആയിട്ട് നടന്നു പോകുന്നുണ്ട്. ആൾക്കാരൊക്കെ സെൻറ്ററിലൊക്കെ വന്ന് നിൽക്കുകയാണ്. ഈ ഭാഗത്ത് ഡാമേജ് ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ അവർക്കൊരു പേടി. അങ്ങേക്കരയും തുടങ്ങി ഏതാണ്ട് ഇങ്ങേക്കരയിലെത്താൻ പോവുകയാണ്. ദേ കണ്ടോ, അടിപൊളി സ്ഥലം. ദേ കണ്ടോ, ദേ ഇതിനകത്താണ് ഇതിൻ്റെ വെയിറ്റ് മൊത്തവും താങ്ങുന്നത്. മുകളിലൊക്കെ
ആൾക്കാർ പകുതി വരെ നിന്നിട്ട് നിൽപ്പുണ്ട് പേടിച്ചിട്ടേ. ഇതോ അതാണ് പാലം. ഞാൻ നടന്നു വന്ന പാലമാണ് ആ കാണുന്നത്. ഇതേ കണ്ടില്ലേ, അങ്ങേയറ്റത്ത് നിന്ന് കയറി ഈ പാലത്തിൽ കൂടെ നടന്ന് വേണ്ട ഇപ്പുറത്തെത്തി. എന്നിട്ട് അതുവഴിയേ നടന്നാണ് ഇവിടെ വന്നത്. ഇച്ചിരി ലോങ്ങിലുള്ള വ്യൂ ആണ്. എന്ത് മനോഹരമാണെന്ന് നോക്കിയേ. ഉള്ള ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. കണ്ടോ? ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.